അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പെയിന് വരുന്ന വരെ നടക്കാനാ പറഞ്ഞത്. വാ നമുക്ക് നടക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു. ഒന്നും പറയാനുള്ള ആവതില്ല. അപ്പം ഇന്നലത്തെ വ്ളോഗില് എല്ലാരും വിചാരിച്ച എന്നെ അഡ്മിറ്റ് ആക്കിയതാണ്. പക്ഷെ രാത്രി ആകുമ്പോ പെയിന് കുറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പെയിന് കൂടാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. തൊട്ടടുത്താണ് ഹോസ്പിറ്റല്. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ ഹോസ്പിറ്റലിലേക്ക് ദൂരമുള്ളൂ. മെയിനായിട്ട് ഈ വ്ളോഗ് ചെയ്യാൻ കാരണം എല്ലാരും ബേജാറായിട്ട് എന്റെ കുടുംബക്കാര് വിളിക്കുന്നത്, ഫ്രണ്ട്സ് വിളിക്കുന്നത്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുന്നത്. നമ്പറിലേക്ക് മാത്രല്ല, നമ്മളെ ഡ്രസ്സിന്റെ വ്ളോഗിനൊക്കെ കൊടുത്തിട്ടുള്ള വിളിച്ചിട്ട് ജുബിക്ക് എന്തായി, ജുബിക്ക് രാവിലെ തന്നെ ഷോക്കാണ്. രാവിലെ തന്നെ വിളി തുടങ്ങിക്കണേ, എല്ലാവർക്കും ആ ഒരു ഇതുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. കാരണം കൊറേ ഉമ്മമാരുണ്ട് ജുബിനെ മോളെ പോലെ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. കാരണം ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ജുബിനോട് ഒരു എക്സ്ട്രാ കെയറും കാര്യങ്ങളും ഇഷ്ടമൊക്കെ. സോ അതുകൊണ്ട് വിളിക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, പ്രശ്നം തെറ്റുമില്ല. പക്ഷെ നിങ്ങൾ ആരും ബേജാറാവണ്ട. എന്ത് പ്രത്യേകിച്ച് ഡെലിവറി ആയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ യൂട്യൂബില് അപ്പൊ തന്നെ മാനസികാവസ്ഥ എന്തായാലും നിങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. മാക്സിമം എല്ലാരെയും ബസിക്കാക്ക അറിയിക്കും. പിന്നെ ഒരുപാട് പേര് ഇതുവാണ്ടെന്നപ്പോ ഞാൻ തന്നെ ആ കമന്റ് കണ്ടിട്ട് നെട്ടിപ്പോയി. ഒരുപാട് സന്തോഷമായിട്ട്. കാരണം അത്രയും ആൾക്കാര് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു കാര്യം. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഓരോ ബ്രദേഴ്സ് ഉണ്ട്. എന്റെ അനിയത്തിമാരിയാണ് എന്നെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര. വിളിച്ചവരും അങ്ങനെ തന്നെ, ഫോൺ വിളിച്ചവരും അങ്ങനെ തന്നെ. അവരാ വോയിസ് കേൾക്കുമ്പോ തന്നെ ഒരാളിനെ വിളിച്ചിട്ട് ഞാൻ ഡ്രസ്സിനെ വിളിച്ചതല്ല കേട്ടോ, ഇതാ തന്നെ ഒരു അപ്ഡേറ്റ് എന്താന്ന് പറഞ്ഞവരൊക്കെ ബേജാറായിട്ട് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരും പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇന്ന് വേറെ ലോഗോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം അറിയാലോ ഇന്നലത്തെ അവസ്ഥയില് നമുക്ക് ഞാൻ ആകെ ടെൻഷൻ പറഞ്ഞാൽ ഫുള്ള് ടെൻഷനിലായിരുന്നു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിന് വിളിച്ചപ്പോ നേരെ ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊറേ പേര് ചോദിച്ചു ജുബിന്റെ ഉമ്മാനെ കൂട്ടിക്കൂടേനോ കാര്യം പറഞ്ഞിട്ട് സങ്കടം. കാരണം ഞാൻ കൂട്ടാത്തതൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് പെയിന് വന്നിട്ട് ഒന്നായിട്ട് വേദന കൊണ്ട് കരയുമ്പോ ഉമ്മ അവിടെ അപ്പുറത്ത് തലറിഞ്ഞു വിട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനും ഉമ്മക്ക് ഭയങ്കര സങ്കടാവും. അപ്പൊ ഞാൻ വരുമ്പോ തന്നെ നിങ്ങള് കണ്ടില്ല, വരുമ്പോ കരച്ചില്. എന്നിട്ട് 10 വട്ടം വിളിച്ചിട്ടുണ്ടാവും. കാരണം എന്തായി ഉമ്മ നിങ്ങൾ പേടിക്കേണ്ട, എന്തുണ്ടെങ്കിലും ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും, നിങ്ങൾ ഒരു ടെൻഷൻ ആവണ്ട പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ഇപ്പൊ ഞാൻ അഡ്മിറ്റ് ആക്കിയിട്ട് മാസികാക്ക് ഉമ്മനെ പോയി കൂട്ടിക്കൊണ്ടുവരും. അഡ്മിറ്റ് ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോയിട്ട് ഉമ്മനെ കൂട്ടിക്കൊണ്ടുവരും. ഉമ്മനെ അങ്ങനെ ബസ്സിനോ എല്ലാരും പറഞ്ഞു ബസ്സിനൊന്നും വിടണ്ട പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല, അമ്മനെ മാസികാക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അമ്മനെ കൂട്ടാണ്ടത്. ഉമ്മ വരൂല എന്തായാലും. ഉമ്മ പിന്നെ എത്ര ദിവസമാണ് ഇവിടെ നിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ ബാസിക്കാക്കന്റെ അടച്ചാല്. അപ്പൊ അതുകൊണ്ടാണ് ഉമ്മ വരാത്തത്. കൊറേ ദിവസം ആവുമ്പോ ഉമ്മ അവിടെ ഒറ്റക്ക് ഉമ്മ വീട് പൂട്ടിട്ട് വരണ്ടേ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ നമ്മള് പോകണ്ടെന്ന് വിചാരിച്ചതായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഊരവേദന വല്ലാതെ കൂടുതലായിരുന്നു. അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് അവൾക്ക്. അപ്പൊ നമുക്ക് തന്നെ വയറൊന്നും തൊടാൻ പറ്റില്ല. വയറൊക്കെ തൊടുമ്പോ ഭയങ്കര വേദന. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുകയാണ്. എന്തായാലും മേമി വന്നോളും. മേമിയും ഞാനും വിളിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഷോപ്പിൽ അത്ര തിരക്കാണ്. ഷോപ്പില് ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് പപ്പക്ക് അവിടെ വരാനേ പറ്റൂല. കാരണം സ്റ്റാഫുകളെ കൊണ്ട് പിടിച്ചിരുത്തിയാ ആവൂല. അതുകൊണ്ട് ഞാൻ ഓരോടും തന്നെ ഞാൻ തന്നെ പോയി നോക്കട്ടെ. അഡ്മിറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോവാന്ന് പറഞ്ഞിട്ട് ഞാനും ജിബിയും കൂടി ഇറങ്ങിയതാണ്. മേമനോട് അവിടുന്ന് ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട്. മേമ എന്തായാലും അവിടുന്ന് ഹോസ്പിറ്റലിൽ കയറും. തൊട്ട് ഹോസ്പിറ്റലിന്റെ നേരെ താഴെ തന്നെയാണ് മേമയുടെ വീട്. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. അഡ്മിറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതും നമ്മള് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതില് ഡിക്കിയിലടക്കം ഫുള്ള് അവള് മറ്റേ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിന് ചെയ്ത സാധനങ്ങൾ. അല്ല, ഞാൻ അങ്ങനെ വെച്ചത് കാരണം എനിക്കാണ് ഒക്കെ അറിയാം. ഞാൻ അങ്ങനെ ഹോസ്പിറ്റൽ ലേബർ റൂമിൽ പെട്ടെന്ന് കേറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നിങ്ങൾ ഇതില് ഇതിന്റെ സാധനങ്ങള്, ഇതില് ബേബിന്റെ സാധനങ്ങള്, ഇത് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങള്, കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ആരുടെ എന്താ. പിന്നെ എന്റെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു മന്ദപ്പിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും തന്നെ ഇതൊന്നും മനസ്സിലായിട്ടില്ല.
പോവാ കാരണം അങ്ങനെ മാറ്റി എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ ഇൻഷാല്ലാ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിൽ കാണാം ഇൻഷാല്ലാ. എല്ലാവരും ദുആ ചെയ്യും. ചിലപ്പോ നെക്സ്റ്റ് വ്ലോഗ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മടിയിൽ നമ്മുടെ കുട്ടി ഉണ്ടാവട്ടെ ഇൻഷാല്ലാ. നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ. കുറേ നേരം ലേബർ റൂമിൻ്റെ ഉള്ളിൽ കിടന്നു. ആൾക്ക് പെയിന് വരുന്നുണ്ടോ നോക്കാൻ. വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് പെയിന് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഉണ്ട്. ആ ആ ഓക്കെ. അപ്പോൾ എത്ര പിന്നെ പി വി ചെയ്തിട്ട് ആവശ്യത്തിന് വിടുത്തില്ലല്ലോ? ഇല്ല, ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരു സമാധാനം. ഞാൻ അവിടെ പുറത്തിരുന്ന് ഉരുക്കണ്ട്, എനിക്കല്ലേ അറിയുള്ളൂ. എല്ലാവരും ഇപ്പോൾ വരും കേട്ടോ. പപ്പയും മമ്മയൊക്കെ ഇപ്പോൾ വരും. ഇപ്പോൾ ഉള്ളത് നമ്മളെ മാമയാണ് കൂടെ ഉള്ളത്. പിന്നെ ജുബിൻ്റെ ഉമ്മാനെ കൊണ്ടുവരാത്തിൻ്റെ വലിയ പ്രശ്നമാണ്. ജുബിൻ്റെ ഉമ്മ ഓൺ ദ വേ ആണ്, ഇവിടെ എത്താനായിക്കണം. ഇപ്പോൾ എത്തും, ഞാൻ പോയി പിക്ക് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ അറിയിക്കാം. എല്ലാവരും ആരും വിളിക്കരുത് പ്ലീസ്. ഇപ്പോഴും എനിക്ക് ആ ലേബർ റൂമിൻ്റെ മുന്നിലിരിക്കുമ്പോഴും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അത്രയും കോളുകൾ വന്നിട്ടുണ്ട്. ഹലോ, കിടക്കാനല്ല പറഞ്ഞത്, പെയിന് വരുന്ന വരെ നടക്കാനാ പറഞ്ഞത്. വാ നമുക്ക് നടക്കാം. അങ്ങനെയൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ പിടിച്ച് പ്രസ് ചെയ്യാൻ പറഞ്ഞേക്കണേ. വാ മോളെ നടക്കാം, ബാ. നല്ല വശം പേര്. ഓക്കെ, എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ, ബൈ. എന്ത്? ആ, അത്യാവശ്യം റൂമിൽ തന്നെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങണ? എന്ത് പുറത്തിറങ്ങി നടക്കേണ്ട ഇഷ്ടമല്ല? മെഡിസിൻ കയറും അല്ലേ? ആ, അവിടെ വെച്ചാളാ. അതെ, എൻ്റെ വയറിപ്പോൾ ഫുള്ള് ഒഴിപ്പിച്ചെടുത്തത് എന്തിനാന്നറിയോ? വയറൊഴിപ്പിച്ചതിന് ശേഷം എന്നോട് മാമി ഒരു വണ്ടിയിലുണ്ട് 7up പോയി എടുത്തോണ്ടാണ്. എങ്ങനെ ജ്യൂസാണ് കുടിക്കാൻ പറഞ്ഞത്, 7up അല്ല. ആ, എന്ത് 7up കുടിച്ചിട്ട് പോയി വന്നോട്ടെ. പെയിനോ? എന്തായാലും നടന്നുകൂട്, പെയിൻ ഉണ്ടാക്കി കൂടി. കമാൺ, പെയിൻ ഉണ്ട് കേട്ടാ. അതൊന്നും കൂടി ഇറങ്ങി വരാൻ വേണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിണിക്കണ്ട, പേടിണ്ടെന്ന് മൂന്ന് കണ്ടാ അറിയാം.